കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ വൈകാര്യമായി അല്ലെങ്കിൽ വികാരഭരിതനായിട്ട് അങ്ങ് ആക്രോശിക്കുകയാണ്. അദ്ദേഹവും സ്ഥലത്തുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മൂവാറ്റുപുഴ MLA സ്ഥലത്തുണ്ടായിരുന്നു. അത് നമുക്കറിയാം, DCC പ്രസിഡന്റ് അടക്കം ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ സ്ഥലത്തുണ്ടായിരുന്നു. ഈ അബിൻ വർക്കിക്ക് എന്താ കൂത്താട്ടോളം അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച? നിയോജകമണ്ഡലം വേറെ. ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനാണെങ്കിൽ അബിൻ നിങ്ങളെക്കാളും ആവശ്യമില്ല എനിക്ക്. എന്റെ നിയോജകമണ്ഡലത്തിലെ വോട്ടറായ എനിക്ക്, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായ എനിക്ക് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയത്തിൽ എന്താണെന്ന് കാര്യം എന്ന് താങ്കളെ ബോധിപ്പിക്കേണ്ട കാര്യം അരുൺ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അരുൺ തുടരും. അല്ല, അദ്ദേഹം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന്റെ പ്രതിനിധികളുടെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് അത്തരം ഒച്ച വന്നാൽ ഞാൻ നിർത്തുന്നേ ഉള്ളൂ. കാരണം എനിക്ക് അത്തരത്തിൽ കൂടുതൽ ഒച്ചയുണ്ടാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നില്ല. കാരണം ഇവിടെ അബിൻ വർക്കി ആ മണ്ഡലത്തുകാരനായിരിക്കാം, പക്ഷേ ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹത്തിന് എന്താണ് റോൾ എന്നാണ് ഞാൻ ചോദിച്ചത്. കിലോമീറ്ററുകൾ മണിക്കൂർ യാത്ര ചെയ്താലും അവിടെ എത്തൂലാത്ത മുഹമ്മദ് ഷിയാസിന് രാവിലെ 10 മണിക്ക് അവിശ്വാസ പ്രമേയം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിംഗ് എന്താണ് റോള്? മൂവാറ്റുപുഴത്തെ MLA, അവിടെ പിറവത്തെ MLA മാറിയിക്കട്ടെ, മൂവാറ്റുപുഴത്തെ MLA മാത്യു കുഴലിനാണ് രാവിലെ 10 മണിക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ ഗേറ്റിംഗ് മുമ്പിൽ എന്താണ് റോള്? നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടാകാം, ആയിരക്കണക്കിന് പേർ അവിടെ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു ജനപ്രതിനിധി, അവിടെ വോട്ട് ചെയ്യേണ്ട ജനപ്രതിനിധിക്ക് അതിക്രമം നേരിട്ടു എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ വലതുഭാഗത്ത് കാണാൻ കഴിയുന്നത്. അവർക്ക് അതിക്രമം നേരിട്ടിട്ടില്ല എന്ന് അരുൺകുമാർ നേരത്തെ പറഞ്ഞില്ലേ, അതെന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ആദ്യം കോൺഗ്രസിന്റെ വക ഒരു സംഭാവന, പിന്നെ ആങ്കറുടെ വക മറ്റൊരു സംഭാവന പറയാൻ അനുവദിക്കുക. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് വളരെ സൗമ്യ സ്വഭാവത്തോടെ തന്നെയാണ് ഈ ചർച്ചയിൽ തുടരുന്നത്. അവിടെ ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രമിച്ചു. എന്താ, 2 പാർലമെന്ററി പാർട്ടി യോഗത്തിലും പങ്കെടുത്ത ഒരാളെ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന CPM-ന്റെ തീരുമാനം അവർ നേരത്തെ അറിഞ്ഞല്ലോ. പിന്നെ CPM-ന്റെ പ്രതിനിധി പറയുന്നത് തെറ്റല്ലേ എന്ന്. ഇവിടെ 13-ാം തീയതി ആദ്യത്തെ യോഗം നടന്നു. ആ 13-ാം തീയതി ഈ സഖാവ് കലാരാജു ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ അവിശ്വാസ പ്രമേയ ചർച്ച ബഹിഷ്കരിക്കണമെന്നുള്ള തീരുമാനം LDF എടുത്തിരുന്നില്ല. ആ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതിനുശേഷം 17-ാം തീയതി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. പക്ഷെ 17-ാം തീയതി കലാരാജുവിനെ പറ്റി ഒരു അറിവുമില്ല. 15-ാം തീയതി മുതൽ ഇവരെ എവിടെയാണ്, ഈ സഖാവ് എവിടെയാണെന്നുള്ള ധാരണ ആർക്കുമില്ല. അപ്പൊ അതുകൊണ്ട് 2ാമത്തെ യോഗത്തിലെടുത്ത തീരുമാനം കലാരാജു അറിഞ്ഞിട്ടില്ല. ഈ തീരുമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വാഹനത്തിൽ ഇവർ വന്നിറങ്ങിയപ്പോൾ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അടുത്തേക്ക് ചെന്നത്. ആ മുനിസിപ്പൽ ചെയർമാൻ ഇത് പറയാൻ, നമുക്ക് 1-2 കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ തീരുമാനം പറയാനുണ്ടെന്ന് പറഞ്ഞു മാറ്റിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് വളഞ്ഞ് അവർ അവിടെ മുനിസിപ്പൽ ചെയർമാന്റെ വാഹനത്തിൽ കയറുന്നത് തടഞ്ഞത്. ആ ദൃശ്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. അവിടെ സഖാവ് കലാരാജുവിനെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള വിജയ ശിവൻ അടുത്തുപോയി സംസാരിക്കുന്നതും മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് വാഹനത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരാണ് തടയാൻ ശ്രമിച്ചത്? ആരാണ് വാഹനത്തിൽ കയറാൻ അനുവദിക്കാതിരുന്നത്? ആ സമയത്ത് ബലമായി വാഹനത്തിലേക്ക് പോയി കയറി 200 മീറ്റർ അടുത്തുള്ള പാർട്ടി ഓഫീസിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, വൈകുന്നേരം വരെ വളരെ സൗമ്യമായിട്ടിരുന്നു. സഖാവ് കലാരാജു പറഞ്ഞല്ലോ, അച്ചടക്കമുള്ള പ്രവർത്തകയാണ്, മര്യാദയോടെ പ്രവർത്തിച്ചു. ഒരൊറ്റ കാര്യത്തിൽ വേണം ഇതിന്റെ സംഭാവനയെ പരിഗണിക്കരുത്. അങ്ങ് അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പിന്നെ എന്തിനാണ് ശ്രീമതി കലാരാജു ഇതൊക്കെ പറയുന്നത്? അത് ചോദിക്കണം. വൈകിട്ട് 4:30 ഈ CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പത്രക്കാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. ഒരു പരാതിയും സഖാവ് കലാരാജുവിനില്ല. അവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. പിന്നീട് ആ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർക്ക് കൊടുക്കുന്ന മൊഴി, പരിക്കു പറ്റിയെങ്കിൽ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് എങ്ങനെ, എവിടെ വെച്ച് പരിക്കു പറ്റിയെന്നല്ലേ. ആ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ കൃത്യമായി അവ രേഖപ്പെടുത്തുമല്ലോ. ഇന്ന പരിക്കുകൾ ഉണ്ട്, ആര് എവിടെ വെച്ച് എങ്ങനെ പരിക്കേൽപ്പിച്ചു എന്ന് ഉള്ള കോളമുണ്ട്. അതിലും പറഞ്ഞിട്ടില്ല. അതിനുശേഷം കോൺഗ്രസ് ക്യാമ്പ് അവരുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ശ്രീ മാത്യു കുഴൽനാടന്റെ സ്ഥിരം ട്രിക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാർ വലിയ തരത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തി വെല്ലുവിളിച്ച് നിന്നവർ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പലതരത്തിലുള്ള ട്രിക്കും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അവിടെ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിലൊന്നും ഒരു CPM നേതാവും അവരെ മർദ്ദിക്കുന്നതായിട്ടില്ല.